ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവിൻ്റെ അരയിൽ നിന്നും ഏലസ് മാറ്റിയതോടുകൂടി മഞ്ജുവിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം വരികയാണ്. മഞ്ജു ദേഷ്യപ്പെട്ടതിനെല്ലാം തന്നെ ഗിരിയോട് മാപ്പ് ചോദിക്കാൻ കേട്ടോ. ഞാൻ ഗിരിയേട്ടനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, പക്ഷേ എനിക്ക് എന്താണ് പറ്റിയത് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ഗിരിയോട് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഗിരിക്ക് മനസ്സിലാവുകയാണ് ആ ഏലസിൽ എന്തോ ഒരു ശക്തി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഞ്ജുവിന് ഇത്രയും മാറ്റം വന്നത്. ഇപ്പോൾ ഏലസ് ഊരിയതോടുകൂടി എനിക്ക് പഴയ മഞ്ജുവിനെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗിരി മഞ്ജുവിനോട് സംസാരിക്കുന്നത്. എന്നിട്ട് ഗിരി പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ എന്നോട് എത്ര വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും ഞാൻ നിന്നെ വെറുക്കുകയില്ല, ഞാൻ നിന്നെ കൈവിട്ട് കളയില്ല, എനിക്ക് നീ ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ്. അപ്പോൾ മഞ്ജു പറയണേ, ഗിരിയേട്ടൻ എന്നോട് അടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതെല്ലാം തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ നമ്മളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ഒരു പൂജയൊക്കെ നടത്തിയത് തന്നെ. അപ്പോൾ പിന്നെ അമ്മയെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇങ്ങനെ കൃത്യമായി പൂജയെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുകയാണ് ചെയ്യുകയുള്ളൂ. അത് ഗിരിയേട്ടന് കൂടി സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോൾ അമ്മയോട് നമുക്ക് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഗിരിയേട്ടനിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നത് എന്നൊക്കെ ഗിരിയോട് മഞ്ജു പറയുകയാണ്. മഞ്ജു പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഗിരിക്ക് സത്യം പറയാൻ വേണ്ടി ഇങ്ങനെ മനസ്സ് വിതുമ്പുന്നുണ്ട് കേട്ടോ. പക്ഷേ അമ്മയെക്കുറിച്ച് ഞാൻ ഇക്കാര്യം മഞ്ജുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അമ്മയെ മഞ്ജു വെറുക്കും. അതോടുകൂടി എൻ്റെ കുടുംബജീവിതം സന്തോഷമില്ലാതാവും. എനിക്ക് എൻ്റെ അമ്മയും അനിയത്തിയും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് മഞ്ജു ഇല്ലാതെയും ജീവിക്കാൻ കഴിയില്ല. എനിക്ക് 3 പേരെയും എൻ്റെ കൂടെ തന്നെ വേണം. അതിന് ചില സത്യങ്ങൾ ഞാൻ മറച്ചു വെച്ചേ മതിയാവൂ എന്നൊക്കെ സ്വയം ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ മഞ്ജു ഗിരിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, എൻ്റെ അരയിൽ കിടക്കുന്ന ഏലസ് ഊരാൻ എന്തിനാണ് ഗിരിയേട്ടൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അതിൻ്റെ രഹസ്യം നിന്നോടിപ്പോൾ പറയാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. പക്ഷേ നിൻ്റെ നല്ലതിന് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം നീ കരുതിയാൽ മതി. നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല. നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രം മഞ്ജു നീ തിരിച്ചറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നു, ഗിരിയേട്ടൻ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് വിശ്വാസമാണ്. ഗിരിയേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഗിരി മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി മുകുന്ദനോട് പറയുകയാണ്, മഞ്ജുവിൻ്റെ അരയിൽ കിടക്കുന്ന ഏലസ് ഞാൻ ഊരിയെടുത്തു. അതിനു പകരം മറ്റൊരു ഏലസ് അതേപോലത്തെ ഞാൻ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ വലിയ ഒരു ആശ്വാസം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മഞ്ജുവിൻ്റെ സ്വഭാവത്തിലും നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് മഹിമ കൂടി അവിടെ ഉണ്ടാവും. ഗിരിയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് മുകുന്ദനോട് പറയുന്നത്, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയണം, അതിൽ എനിക്ക് ഒരു വിശ്വാസവുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതെന്താ മഹിമ നീ അങ്ങനെ പറയുന്നത്? നീ എന്തിനാ ഈ സമയത്ത് നെഗറ്റീവായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്ക് കളവ് പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഗിരിയേട്ടൻ്റെ ഒരു വിശ്വാസം മാത്രമാണ് ഏലസ് അരയിൽ നിന്നും ഊരിയ സമയത്ത് ഉണ്ടായത്. ഗിരിയേട്ടൻ്റെ മനസ്സിലേക്ക് ഒരു ആത്മവിശ്വാസവും ധൈര്യവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഏലസിലൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ മനസ്സിൽ ഓരോരുത്തർക്കും തോന്നുന്ന കാര്യമാണ്. ഇതുകൊണ്ടൊന്നും അവിടുത്തെ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിരിയേട്ടൻ എന്തിനാണ് അമ്മയെയും സ്വപ്നയെയും ഇങ്ങനെ പേടിക്കുന്നത്? അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഇനി ഗിരിയേട്ടൻ കാണിക്കണം. എന്നിട്ട് ചേച്ചിയുടെ കൂടെ നിൽക്കണം. അതാണ് ഇനി ഗിരിയേട്ടൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പേടിച്ച് എല്ലാ കാര്യവും മറച്ചു വെക്കുകയല്ല വേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഗിരിക്ക് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ഗിരി പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് മഹിമ. പക്ഷേ ഞാൻ ഇനി ഒരു കാര്യം ഞാൻ ചെയ്യും. എൻ്റെ അമ്മയും എൻ്റെ സ്വപ്നയും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയും അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അത് തടയുകയും ചെയ്യും. എന്നിട്ട് മഞ്ജുവിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ എൻ്റെ അമ്മയോടും എൻ്റെ അനിയത്തിയോടും എനിക്ക് ഒന്നും ചെയ്യാനോ എന്നും പറയാനോ എനിക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും നഷ്ടപ്പെടുമെന്നുള്ള പേടി തന്നെയാണ്. അവർ എന്നെ വേണ്ട എന്നും വെച്ച് അവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും? എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എന്നിൽ നിന്നും പോയ സമയത്ത് എൻ്റെ അച്ഛൻ്റെ വേർപാടിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ ഈ നിലയിൽ എത്തിച്ചേർക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പാടും സങ്കടവും ഒക്കെ സഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അമ്മയെ ഇനി എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്താലും അത് ഞാൻ തിരുത്താൻ ശ്രമിക്കും. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഞാൻ അത് തിരുത്തി അവരെ നല്ലതുപോലെ നേർവഴിക്കാക്കാനും ഞാൻ ശ്രമിക്കും. അവർ ചെയ്യുന്ന തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പക്ഷേ അവർ എന്നിൽ നിന്നും അകന്നു പോകുന്നത്
പോകുന്നത്, അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഗിരി വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മഹിമയ്ക്കും വക്കീലിനും വിഷമാവുന്നുണ്ട്. ഗിരി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അവർക്കും മനസ്സിലാവുകയാണ്. പിന്നീട് സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനുമ്മയും കൂടി സംസാരിക്കാൻ കേട്ടോ. കാളിയമ്മയ്ക്ക് എന്തു ഒരു ഉത്തരവാദിത്തമാണ് ഉള്ളത്? കാളിയമ്മ കണ്ടില്ലേ ഇന്നലെ രാത്രി നമ്മളോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു വിളിച്ചത് കണ്ടില്ലേ? ഇപ്പോൾ കാളിയമ്മയിൽ കൂടുതൽ വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് എന്ന് കുഞ്ഞാറ്റ പറയാൻ കേട്ടോ. അപ്പോൾ ഭാനുമ്മയും പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും ഇപ്പോൾ കാളിയമ്മയിൽ കൂടുതൽ വിശ്വാസം വരുന്നുണ്ട്. മഞ്ജുവും ഗിരിയും ഉറപ്പായും പിരിയുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതിലേക്കുള്ള വഴികളൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുമുണ്ട് എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കാൻ കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത്. അപ്പോൾ മഹിമയെ കാണുന്ന സമയത്ത് ഭാനുമ്മ അങ്ങ് പ്ലേറ്റ് മാറ്റി പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, മഞ്ജുവിൻ്റെയും ഗിരിയുടെയും സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എനിക്ക് സമ്മതമാണ്. കാളിയമ്മ പറയുന്ന എല്ലാം തന്നെ ഞാൻ അത് അനുസരിക്കുമെന്നൊക്കെ പറഞ്ഞ് വാക്കങ്ങ് മാറ്റാൻ കേട്ടോ. ആ സമയത്ത് സ്വപ്നയും കുഞ്ഞാറ്റ അന്തം വിടുകയാണ്. എന്താ ഭാനുമ്മ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്വപ്നയും കുഞ്ഞാറ്റയും നോക്കുന്ന സമയത്ത് മഹിമയെ കാണുകയാണ്. അമ്മ തിരുത്തി പറയാൻ കാരണം ഇവളാണല്ലേ, ഇവൾ വന്ന് നിൽക്കുന്നത് ഞാൻ പോലും കണ്ടില്ല എന്നൊക്കെ സ്വയം മനസ്സിൽ കുഞ്ഞാറ്റയും സ്വപ്നയും പറയുകയാണ്. എന്നിട്ട് മഹിമ പറയുകയാണ്, ഇത്രയും നല്ല ഒരു അമ്മായി അമ്മയെ കിട്ടാൻ എൻ്റെ ചേച്ചി എന്ത് പുണ്യമാണാവോ ചെയ്തത്. എൻ്റെ ചേച്ചി എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരാൻ എൻ്റെ ചേച്ചിക്ക് ഇത്ര ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ പറയട്ടോ. ആ സമയത്ത് ഭാനുമ്മ അങ്ങനെ മനസ്സുകൊണ്ട് പുച്ഛിക്കുന്നുണ്ട്. നിൻ്റെ ചേച്ചിയുടെ ഭാഗ്യമൊക്കെ ഇനി കിടക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തിനാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ പൂജ ചെയ്തത് എന്നുള്ളതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മഹിമയെ ഭാനുമ്മ നോക്കുന്നത്. എന്നിട്ട് മഹിമ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ചേച്ചിക്ക് നിങ്ങൾ പണിത പണിക്ക് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് നല്ലൊരു പണി തന്നെയാണ് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മഹിമ മനസ്സിലിങ്ങനെ കരുതാണ് കേട്ടോ. എന്നിട്ട് ഭാനുമ്മയോട് പറയാണ്, ഗിരിയേട്ടൻ്റെ ഫോണിലേക്ക് ദിഗംബരം വിളിച്ചിരുന്നു എന്ന്. കാളിയമ്മ പറഞ്ഞു, ഭാനുമ്മയോട് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോയി 101 പ്രദക്ഷിണമൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി ചെയ്താലാണ് ഓരോ പൂജ ചെയ്തതിനും ഫലമുണ്ടാവൂ എന്നൊക്കെയാണ് ഗിരിയേട്ടനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടെ. പക്ഷേ അമ്മ ബുദ്ധിമുട്ടും എന്ന് കരുതിയിട്ടാണ് ഗിരിയേട്ടൻ ഇക്കാര്യം അമ്മയോട് പറയാതിരിക്കുന്നത്. അമ്മ ബുദ്ധിമുട്ടുന്നത് ഗിരിയേട്ടന് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് എന്നോട് പറയരുത് എന്നാണ് ഗിരിയേട്ടൻ പറഞ്ഞത് എന്ന് മഹിമ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരി അവിടെ പറഞ്ഞിട്ട് ഗിരിക്ക് ഇതിലൊന്നും അധികം വിശ്വാസമില്ല, പക്ഷേ ഞാൻ അത് പ്രദക്ഷിണം ചെയ്യുമെന്ന് പറയട്ടെ. അങ്ങനെ മഹിമ അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം സ്വപ്നയ്ക്ക് ഒരു സംശയം വരികയാണ്. മഹിമ പണിയുകയാണോ? മഹിമയ്ക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടോ അമ്മേ? എനിക്ക് അവളുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, അവൾക്ക് ഇതിലൊന്നും അധികം വിശ്വാസമില്ല. പക്ഷേ ഗിരിയേട്ടൻ്റെ ഫോണിലേക്ക് എന്തിനാണ് ദിഗംബരം വിളിക്കുന്നത്? കുഞ്ഞാറ്റയല്ലേ ആ കാളിയമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ കുഞ്ഞാറ്റയല്ലേ എല്ലാ കാര്യങ്ങളും വിളിച്ച് കാളിയമ്മ പറയാറുള്ളത്? ഇപ്പോൾ എന്താ ഗിരിയേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? എനിക്കെന്തോ ഇതിലൊരു സംശയമുണ്ട് എന്ന് പറയട്ടോ. എങ്കിൽ നീ ഇപ്പോൾ തന്നെ ദിഗംബരൻ്റെ ഫോണിലേക്ക് വിളിക്ക് കുഞ്ഞാറ്റെ എന്ന് പറയണം ഭാനുമ്മ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ദിഗംബരൻ ഫോണിലൂടെ പറയുകയാണ്, അല്ല ഗിരിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിരിയോട് ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ ഭാനുമ്മയോട് ചെയ്യാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്? എൻ്റെ ഫോണിലേക്കാണല്ലോ കാളിയമ്മ സാധാരണ വിളിക്കാറുള്ളത്, ഇതെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഗിരിയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞത് എന്ന് പറയട്ടോ. അത് ശരിയാണ്, ചില സമയത്ത് എൻ്റെ ഫോണ് റേഞ്ച് ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ആ സമയത്ത് കാളിയമ്മ ദിഗംബരനോട് ചോദിക്കാൻ ആരാണ് ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ ദിഗംബരൻ കളവ് പറയാൻ കേട്ടോ. അത് ബാങ്കിൽ നിന്നുമാണ് വിളിച്ചത്, ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ച് വിളിച്ചതാണ് എന്നും പറഞ്ഞ് കാളിയമ്മയോട് ദിഗംബരൻ ആ സമയത്ത് കളവ് പറയുകയാണ്. എന്നിട്ട് ദിഗംബരൻ മനസ്സിൽ കരുതുന്നുണ്ട്, കാളിയമ്മ എങ്ങാനും ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ചീട്ട് കീറുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദിഗംബരൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ വെച്ച ശേഷം കുഞ്ഞാറ്റ പറയുകയാണ്, അപ്പോൾ ശരി തന്നെയാണ്, കാളിയമ്മ പറഞ്ഞതുപോലെ തന്നെ ഭാനുമ്മ എന്നാൽ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണ, അമ്മയ്ക്ക് അതിനൊന്നും കഴിയില്ല, അമ്മ വെറുതെ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ആ പൂജയുടെ ഫലം കിട്ടാൻ വേണ്ടി മഞ്ജു ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോവാൻ വേണ്ടി എന്ത് ത്യാഗവും ഞാൻ ചെയ്യും. അമ്പലത്തിൽ പോയി 101 പ്രദക്ഷിണം വെച്ച ശേഷം വീട്ടിലേക്ക് വന്ന ശേഷം ഭാനുമ്മയ്ക്ക് കാലൊക്കെ വല്ലാതെ അങ്ങ് വേദനിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി ഇങ്ങനെ ഇടവും വലവും ഇരുന്നിട്ട് കുഞ്ഞാറ്റ ഇങ്ങനെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സ്വപ്ന, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മയ്ക്ക്, അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടാന്ന്, വയ്യാത്ത കാലം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഇതല്ല ഇതിലും വലുത് ഞാൻ ചെയ്യും, എനിക്ക് ഇവിടെ നിന്നും ഈ പടിയിറങ്ങി മഞ്ജു പോവണം, അതാണ് എൻ്റെ മനസ്സിലെ
ആകെയുള്ള ഒരു ആഗ്രഹം, അതിനു വേണ്ടി എന്ത് വിലയും ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഗിരി വരുന്നത്. എന്നിട്ട് ഗിരി ചോദിക്കുകയാണ്, എന്ത് പറ്റി അമ്മയുടെ കാലിന് എന്ന് ചോദിക്കുമ്പോൾ അമ്മ 101 പ്രദക്ഷിണം വെച്ചിട്ട് വന്നിരിക്കുകയാണ്, അമ്മയോട് ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ്, എന്നിട്ട് പോലും അമ്മ കേട്ടില്ല എന്ന് സ്വപ്ന പറയുകയാണ് കേട്ടോ. കാളിയമ്മ പറഞ്ഞതുപോലെ അമ്മ ചെയ്യാൻ തിടുക്കം കൂട്ടുകയല്ലേ, പിന്നെ എന്താ അമ്മയോട് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്, അമ്മയ്ക്ക് വെറുതെ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, നിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതം നല്ലതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതിന് ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യും, അതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത്. അപ്പോൾ മഹിമ അങ്ങനെ കളിയാക്കിയ മട്ടിൽ പറയുകയാണ്, ഇത്രയും നല്ല ഒരു അമ്മയെ കിട്ടാൻ ഏതൊരു മക്കളും പുണ്യം ചെയ്യണം എന്ന് പറയട്ടോ, നല്ല ഭാഗ്യമുള്ള മക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് സ്വപ്നയും ഗിരിയും ഒന്ന് മഹിമയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളെന്താ ഒരു അർത്ഥം വെച്ച രീതിയിലാണല്ലോ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് സ്വപ്ന നോക്കുന്നത്. ഗിരിയാണെങ്കിലോ മഹിമ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, എല്ലാ സത്യവും അറിഞ്ഞിട്ടാണല്ലോ മഹിമ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗിരിയും നോക്കുന്നത്. എന്നിട്ട് മഹിമ പറയാണ്, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഭാനുമ്മ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, എൻ്റെ ചേച്ചിയുടെ ഭാഗ്യമാണ് ഇതുപോലെ ഒരു അമ്മായിയമ്മയെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ അവിടെ നിന്നും പോകുന്നത്. അപ്പം മഹിമ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി എന്തെല്ലാം വേലത്തരമാണ് കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പണി തന്നില്ലെങ്കിൽ അത് ശരിയാവില്ല, അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അനുഭവിക്കുക എന്നുള്ള ഭാവത്തിൽ മഹിമ ഒന്ന് ഭാനുമ്മയെ നോക്കിയ ശേഷമാണ് അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ഗിരിയുടെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ വിഷമം വരികയാണ് കേട്ടോ. അമ്മ മഞ്ജുവിനെയും എന്നെയും വേർപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മയുടെ ശരീരം പോലും നോക്കാതെയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് മഞ്ജുവിനെയും എന്നെയും പിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടാണ് ഗിരി ഭാനുമ്മയെ നോക്കുന്നത്. അങ്ങനെ ഭാനുമ്മ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗിരിയോട് പറയണേ, നീ വിഷമിക്കേണ്ടടാ, എനിക്കൊരു കുഴപ്പവുമില്ല എന്നും പറഞ്ഞ് ഭാനുമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോകുന്നത് കാണുമ്പോൾ ഗിരി വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അമ്മ എന്തിനാണ് എന്നെയും മഞ്ജുവിനെയും വേർപിരിക്കാൻ വേണ്ടി അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഗിരി നോക്കുന്നത്. ഈ സമയത്ത് ശാലിനി ഗിരിയെ കാണാൻ വേണ്ടിയിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാച്ചു തടയുകയാണ്, മോളെ നീ ഇനി ഗിരിയുടെ പുറകെ പോവണ്ട, കാരണം ഗോപാലേട്ടൻ എല്ലാ കാര്യവും അറിഞ്ഞതാണ്, ഇനി നീ ഗിരിയുടെ പുറകെ പോയി എന്ന് അറിഞ്ഞാൽ ഗോപാലേട്ടൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയട്ടെ. അത് കേട്ടും കൊണ്ടാണ് സഞ്ജയ് വരുന്നത്. എന്നിട്ട് സഞ്ജയ് പറയണേ, നീ എവിടേക്കാടി ഈ പോകുന്നത്, ഇപ്പോൾ ഡാഡി എല്ലാ കാര്യവും അറിഞ്ഞതാണ്, ഇനി നീ ഇവിടെ നിൽക്കുന്നത് പോലും ഇല്ലാതാക്കും, ഡാഡി നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് ഗിരിയുടെ കൂടെ പോകുന്നതും ഗിരിയുടെ പുറകെ നടക്കുന്നതുമൊക്കെ നീ നിർത്തിയേക്ക്, എല്ലാ കാര്യവും ഡാഡി അറിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് ശാലിനി പറയുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ചാച്ചു തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാലിനി അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ശാലിനി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ചാച്ചു സഞ്ജയോട് പറയുന്നുണ്ട്, ഞാൻ അവളെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് സഞ്ജു, പക്ഷേ അവൾ അത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചാച്ചു ആദ്യമൊക്കെ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു, ഇപ്പോൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്, ഗിരിയുടെ വീട്ടിലേക്ക് ശാലിനിയെ പറഞ്ഞയച്ചിട്ട് എൻ്റെ മുന്നിൽ നാടകം അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എടാ സഞ്ജയ് നീ എന്താ ഇങ്ങനെ പറയുന്നത്, എല്ലാ സത്യവും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, ഡാഡിയും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനി ഡാഡി ഇവിടേക്ക് വന്നാൽ ആദ്യം തന്നെ കാണാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും ചാച്ചുവിനോടാണ്, അപ്പോൾ ഈ ഉത്തരമൊക്കെ ഡാഡിയോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അല്ല നിനക്ക് ഞാനാണ് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു തന്നത് ആരാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ ആരെങ്കിലും പറഞ്ഞു തരുന്നത്, എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ല എന്ന് ചാച്ചുവിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് ബുദ്ധിയില്ല എന്നുള്ളത്, എൻ്റെ സംശയം ശരിയാണെങ്കിൽ നിന്നോട് ഇക്കാര്യമൊക്കെ പറഞ്ഞു തന്നത് സ്വപ്നയല്ലേ എന്ന് ചോദിക്കാണ്ട് ആ സമയത്ത് സഞ്ജയ് ഒന്നങ്ങ് പതറുകയാണ്. എന്നിട്ട് സഞ്ജയ് പറയും, എന്നോട് സ്വപ്നയൊന്നുമല്ല പറഞ്ഞത്, എനിക്കിതെല്ലാം കണ്ടറിയാനും എനിക്ക് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, വെറുതെ സ്വപ്നയെ പറയണ്ട എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സഞ്ജയ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ചാച്ചു മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പോൾ ഇവൻ സ്വപ്നയുടെ ഉപദേശവും സ്വീകരിക്കൽ തുടങ്ങിയോ, ഇതിപ്പോൾ എവിടെ പോയി അവസാനിക്കുമോ എന്തോ, ഇവൻ്റെ പോക്ക് കാണുമ്പോൾ സ്വപ്നയുടെ കളിപ്പാവയായി മാറാനാണല്ലോ സാധ്യത എന്നൊക്കെ ചാച്ചു മനസ്സിൽ സ്വയം സഞ്ജയെ കുറിച്ച് പറയുകയാണ്.